നമ്മൾ പിറ്റേ ദിവസം ഈ റിസോർട്ടിൽ നിന്ന് നേരെ പോയത് ബാണാസുര ഡാം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. ചെക്കൗട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ പോയതാണ്. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ ബാണാസുര ഡാമിലേക്ക് പോകാമെന്ന് വെച്ച്. ഇവിടുന്ന് ആകെ ചെറിയ കിലോമീറ്ററേ ഉള്ളൂ, 6 കിലോമീറ്റർ മാക്സ്, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ എന്നിട്ട് അവിടെ എത്തിയിട്ട് അവിടുന്ന് ഡാമിലേക്ക് ബസ് സർവീസ് ഉണ്ട്, ഇവരെ ഷട്ടിൽ സർവീസ്. അതിന് ടിക്കറ്റ് എടുത്ത് പെർ ഹെഡ് 25 റുപ്പീസാണ് വരുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ ബസ്സിന് ഇങ്ങനെ ക്യൂ നിൽക്കുകയായിരുന്നു. ഒരു 5 മിനിറ്റ് ഓടുന്ന ബസ്സുണ്ട്. പക്ഷേ ബസ്സിനിങ്ങനെ ആൾക്കാർ ഫുള്ളായിക്കാൻ അടുത്ത ബസ് വരുന്നവർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാണുന്നതാണ് ലൈൻ. നമ്മളിങ്ങനെ ലൈൻ വന്നിട്ട് വേണം കയറാൻ. ഈ ബസ് സർവീസ് ഉള്ളതുകൊണ്ട് നല്ലതാണ്. എന്താ വെച്ചാൽ ഈ ചെറിയ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വന്ന് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും നല്ല ആക്സസിബിളാണ്. പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും. അല്ലെങ്കിൽ കുറേ നടക്കാനുണ്ട്, കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. അതാണ് വലിയൊരു ബുദ്ധിമുട്ട്. ഡാമിൻ്റെ മുകളിലെത്തണമെങ്കിൽ സ്റ്റെപ്പ് കയറണം. ബസ്സിന് 25 രൂപയിലില്ല, അതുകൊണ്ട് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യலாம். ഫസ്റ്റ് ബസ് വന്നപാട് കയറാൻ നോക്കുന്നത് നല്ലത്. അപ്പം നല്ല സീറ്റ് കിട്ടും. നമ്മൾ ലാസ്റ്റൊക്കെ ആണെങ്കിൽ സീറ്റ് ചിലപ്പോൾ ഇതുപോലെ തിങ്ങിയിട്ടെല്ലാം പോകേണ്ടി വരും. ഇതാണ് ഡാമിൻ്റെ മുകളിലെത്തിയപ്പോൾ ഉള്ള കാഴ്ച. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങി ഡാം കാണാൻ വേണ്ടി ഇങ്ങനെ പോയായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ അതാണ് ഈ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത്. അവിടെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ലോങ് കാണുന്ന സൈഡിലാണ് ബോട്ടിംഗ് ഉള്ളത്. ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ടായിരുന്നു, കാണാൻ പറ്റും. നല്ല കുറേ മൗണ്ടൻസ് ഉണ്ടായിരുന്നു. അത് ഫുള്ള് കോട വന്നിട്ട് ഇങ്ങനെ വരെയായിരുന്നു. മഴക്കാറുണ്ട്, മഴ ചെറുങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. അത് മുകളിൽ കയറിയപ്പോൾ കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു. ഇത് കാണുന്നത് ഒരു സ്പീഡ് ബോട്ടിംഗ് ആണ്. സ്പീഡ് ബോട്ട് കുറേ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇതിപ്പോൾ റിട്ടേൺ വരുന്നതാണ്, ഡാം കാണിച്ചിട്ട് റിട്ടേൺ വരുന്നതാണ്. റിട്ടേൺ വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അഡ്വഞ്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കറക്കൊക്കെ കറക്കുന്നുണ്ട്. നല്ല ഫാസ്റ്റിലാണ് ഈ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നത്. സ്പീഡ് ബോട്ട് പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മഴയത്ത് സ്പീഡ് ബോട്ടിൽ പോകുമ്പം ചെറിയൊരു ടാസ്ക്കാണ്. ഫുള്ള് മഴ കൊള്ളും എന്തായാലും. അങ്ങ് കാണുന്ന ഏരിയയിലെല്ലാം മഴ പെയ്യുന്നുണ്ട്, കണ്ടില്ലേ? മേഘങ്ങൾ ഇതായിട്ട് കാണുന്നു. നല്ല കാറ്റുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് നല്ലോണം ശ്രദ്ധിക്കണം. പാമ്പുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വിഷമുള്ള പാമ്പാണ്. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം അവിടെ ഫോട്ടോ എടുക്കാൻ നിർത്തിക്കാൻ. പിന്നെ കാണുന്നത് ഫുള്ള് പാറയാണ്. വീണ് കഴിഞ്ഞാലും പരിക്കും പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഡ് ബോട്ടാണ് ഈ ആൾക്കാരെ കൊണ്ടിങ്ങനെ കറക്കുന്നത്. ഈ അവർ തിരിച്ച് റിട്ടേൺ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ 2-3 കറക്കം കറക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് ഡാമിൻ്റെ വ്യൂ ആണ്. ഡാമിൻ്റെ ടോപ്പിൽ നിന്ന് നല്ല വ്യൂ. ഒരു സൈഡ് നല്ല വെയിലിൻ്റെ ഇതും, ഒരു സൈഡ് ഫുള്ളും മഴക്കാറ്, പിന്നെ കോട. കാണുന്ന ഇവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാറ്റ് ഒരു രക്ഷയില്ല, നല്ല കാറ്റ്, നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചിറങ്ങാൻ വേണ്ടി ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് മഴ പെയ്ത്. നല്ല മഴ, കുറച്ച് നല്ലോണം നനഞ്ഞു പോയി. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇനി നേരെ ഫുഡ് കഴിക്കണം. പിന്നെ പോകുമ്പോൾ ഒരു ടീ ഫാക്ടറി ഉണ്ട്. ടീൻ്റെ എന്താ പറയുക, ഫുൾ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന മ്യൂസിയം ഉണ്ട്, ടീ മ്യൂസിയം. അത് കണ്ടിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ 2 സൈഡിലും കുറേ നല്ല നല്ല കാഴ്ചകളും കാണുന്നുണ്ട്. പിന്നെ ബാണാസുര ഡാമിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുമ്പോൾ നല്ല അടിപൊളി റോഡായിരുന്നു. നല്ല സൂപ്പർ റോഡിൽ കൂടെയായിരുന്നു നമ്മൾ വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ടീ മ്യൂസിയം. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ടീൻ്റെ ഇപ്പോഴാണ് നമ്മളെ ഇന്ത്യയിൽ ടീ കൊണ്ടുവന്നത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ, ഓരോ മെഷീനറി, തെർമോമീറ്റർ,
ടീ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഓരോ കാര്യങ്ങൾ, ഫുൾ ഹിസ്റ്ററി ഇവിടെ അവരുടെ ബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ ഡീറ്റെയിൽ എവിടെ നിന്നാണ് ടീയുടെ ഉത്ഭവം, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ മെഷീനറി ഉണ്ടായിരുന്നു. ഇത് കണ്ട ബ്ലോവറാണ്. കുറേയൊക്കെ ഇന്ത്യൻ മെയ്ഡല്ല, യൂറോപ്യൻ മെയ്ഡാണ്. UK ആണ്, ഫ്രാൻസിൻ്റെ അങ്ങനെയൊക്കെ കണ്ടത്. ഒരുപാട് നമ്മൾ ഇതുവരെ കാണാത്ത കുറേ മെഷീനറീസ് ഉണ്ടായി ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച് കൊണ്ടിരുന്നത് ഈ ടീ ഉണ്ടാക്കാൻ വേണ്ടിക്ക്. നല്ല രസമുണ്ടായി. ഇത് ഫുള്ളും വുഡിനോടുള്ളൊരു മ്യൂസിയമാണ്. ഇതാണ് കേരളത്തിൽ എവിടെയൊക്കെ ടീ ഉണ്ടായതിന്, ഏതൊക്കെ ജില്ലയിലുണ്ടായതിന്. പിന്നെ ഇതൊരു ചെറിയൊരു ലേ ഔട്ടാണ് ഈ നമ്മൾ കാണുന്ന ടീ ഫാക്ടറിയുടെ. ബോസ്റ്റൺ ടീ പാർക്ക്. പിന്നെ അവിടെ ഒരു ചെറിയൊരു മിനിയേച്ചർ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവരെ ടീ ഫാക്ടറിയുടെ, അതും കണ്ട്. പിന്നെ കുറേ ചരിത്രങ്ങൾ എവിടെയൊക്കെയാണ്, പിന്നെ വയനാട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്, എവിടെയൊക്കെ ഫോറസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ഈ നമുക്ക് ടീ ടേസ്റ്റ് ചെയ്യാൻ വേണ്ട ഒരുപാട് ടീ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ ടീ ഉണ്ട് അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടുന്ന് നമുക്ക് ടീ പൗഡർ വാങ്ങാനും പറ്റുമായിരുന്നു. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ച കുറേ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, പിന്നെ എന്തൊക്കെ മെഷീനാണ് യൂസ് ചെയ്ത പഴയ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയില്ല. അതെല്ലാം അവിടെ ഇങ്ങനെ സേഫ്റ്റി ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയിന്, പിന്നെ ഇവരുടെ ട്രാക്ടറിന് ഉപയോഗിച്ച മെഷീനറീസ്, ടീ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിക്കല്ലേ മെഷീനറീസ്. ഇതവിടെ കണ്ടൊരു ഡിസൈനാണ് ഹോഴ്സിൻ്റെ ഫേസ് ഉണ്ടാക്കിയിട്ട്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ്. ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, ചെറിയല്ല ഒരു നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടൊരു മൗണ്ടെയിനാണ് അത്. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റിയെങ്കിൽ നല്ല വ്യൂ ഉണ്ടാവും, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ചെറിയ മഴക്കാലമാണ്, മഴ പെയ്യുന്നുണ്ട്, പിന്നെ വെയിലും ഉണ്ട്. അപ്പോൾ മൂടിക്കെട്ടിയ കാലാവസ്ഥ അല്ലാണ്ട് നിൽക്കുമ്പോൾ നല്ല കാഴ്ച കാണാൻ പറ്റും. ഈ ഏരിയയിലൊക്കെ നല്ല അടിപൊളി റോഡായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടാണ് നല്ല സൂപ്പർ റോഡുണ്ടായത്. നല്ല രസമുണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ തന്നെ. തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയ നെടുമ്പയിൽ ചുരം വഴിയായിരുന്നു. ചുരം ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഫുൾ കോട ഇറങ്ങിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇത് അതിനുശേഷം കുറച്ച് വ്യൂ വന്നപ്പോൾ എടുത്തതാണ്. ആ ടൈം കോട കൊണ്ട് ഈ സൈഡ് കാണുന്ന പുല്ല് പോലും കാണാൻ പറ്റുന്നില്ല, അത്രയും കോടയായിരുന്നു. അതും ഒരു 7 മണി ടൈം, 7 മണി ആയിട്ടില്ല, ഒരു 6:40 ആ ടൈമാണ് നമ്മൾ ഇറങ്ങുന്നത്. കോട എന്ന് പറഞ്ഞ ഒരു സംഭവം കാണുന്നില്ല. ഇത് പിന്നെയും കുറച്ച് ക്ലിയർ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ഇറങ്ങിയപ്പോൾ ഭയങ്കര കോടയായിരുന്നു. നമുക്ക് യെല്ലോ ലൈറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ വണ്ടിയിലാണെങ്കിൽ യെല്ലോ ലൈറ്റ് അല്ല, വൈറ്റ് ലൈറ്റാണ്, അതുകൊണ്ട് തീരെ കാണുന്നൊന്നുമില്ല. നമ്മൾ പതുക്കെ നോക്കി സൂക്ഷിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്താ വെച്ചാൽ എന്തെങ്കിലും വൈൽഡ് ആനിമൽസ് അതിൻ്റെ പെട്ടെന്ന് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടിക്ക് അടിക്കും. അപ്പോൾ അത് ഭയങ്കര കേസാവും, റിസ്ക്കാണ്, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ, അപ്പോൾ കുറച്ച് ഇറങ്ങിയപ്പോൾ ഇതുപോലെ കുറച്ചും കൂടി ക്ലിയർ ആകാൻ തുടങ്ങി. കോട കഴിഞ്ഞ് നമ്മൾ ഏകദേശം ചുരങ്ങളെല്ലാം ഇറങ്ങി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നല്ല പതുക്കെ പോകുന്നത്, എന്താ വെച്ചാൽ ഭയങ്കര റിസ്കല്ലേ.
ഈ കോട ഇനി അടുത്ത ഏരിയയിൽ വരും നല്ലോണം ഇതേപോലെ കോട ഉണ്ടെങ്കിൽ ഒന്നും കാണുകയും ചെയ്യില്ല. കാണുന്നില്ലേ, ഇപ്പോൾ കോട പിന്നെയും വന്ന് അങ്ങനെ ഭയങ്കര കോട. നമ്മളെ മുന്നിലെ ബൈക്കാരൻ നമ്മളെ നേരത്തെ നമ്മളെ ബാക്ക് പിടിച്ചിട്ടാണ് വന്നത്. കോട കൊണ്ടൊന്നും കാണാനായിട്ട് ബൈക്ക് എന്ന് വെച്ചാൽ ബൈക്ക് റിസ്ക് ആണല്ലോ. ഒന്ന് കാണാണ്ടൊക്കെ നമ്മൾ എവിടെയാണെന്ന് വെച്ചിട്ട് റോഡ് നോക്കിയിട്ട് പോവാം. പിന്നെ ഓപ്പോസിറ്റ് ആ ടൈം വന്ന് വണ്ടിയും ഓപ്പോസിറ്റ് തീരെ വണ്ടിയില്ല. വണ്ടി വന്നിനി അതും കാണില്ലായിരുന്നു. വണ്ടിയും കുറവായിരുന്നു ഈ റോട്ടിലൂടെ. കുറേ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഒന്നോ രണ്ടോ വണ്ടി ഇങ്ങനെ പാസ്സായത്. അതും ഒന്ന് ബസ്, KSRTC ബസ്സായി, പിന്നെ ഇടയ്ക്ക് ലോറി. അല്ലാതെ വണ്ടിയൊന്നും കൂടുതൽ നമ്മൾ ഈ ചുരം ഇറങ്ങുമ്പോൾ കോടയിലെ ഏരിയയിൽ ഉണ്ടായിട്ടുണ്ടായില്ല. നമ്മൾ പതുക്കെ ഇങ്ങനെ നോക്കി വരും. എന്താ വെച്ചാൽ വല്ല വൈൽഡ് ആനിമൽസ്, എലിഫൻ്റ്, കാട്ടുപോത്തായിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണല്ലോ. അതാണ്. പിന്നെ പെട്ടെന്ന് വണ്ടി ദൂരത്തുനിന്ന് ഞാനിങ്ങനെ ഈ മ്ലാവ് ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പം പെട്ടെന്ന് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇനിയും പോകാനുണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ വണ്ടി നിർത്തി വെച്ച് കുറച്ച് വെയിറ്റ് ചെയ്ത്. അപ്പം 3 ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മുന്നിൽ. അപ്പോൾ ഇത് ലാസ്റ്റത്തായിരിക്കും എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കി. ഇത് നല്ല ഹൈറ്റും ഉണ്ട്, പശുവിൻ്റെ സൈസും ഉണ്ടായിരുന്നു.